അപ്പോൾ ഫസ്റ്റ് സാരി മേടിക്കണം, അതൊന്ന്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ചിക്കനും മേടിക്കണം, പന്നിയും മേടിക്കണം. മണക്കില്ല നോക്കായി എന്നാ. ഹായ്, വെൽക്കം ഗൈസ്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്നൊരു ഡേ മൈ ലൈഫ്, ഒരു ഹാഫ് ഡേ ലൈഫ് ആട്ടോ. അപ്പൊ അല്ലേ കണ്ണ എന്താ പറ കണ്ണി അമ്മ എവിടെ പോവാന്ന് പറഞ്ഞു. അത് ഉണ്ട്, അത് ഞെക്കിക്കൊണ്ടിരിക്കണ്ട. അങ്ങനെ പറ പറഞ്ഞു. ഞങ്ങളിന്നൊരു സ്ഥലത്ത് പോവാട്ടോ. അപ്പൊ ഞങ്ങളിന്ന് ചൊവ്വാഴ്ച ഹാഫ് ഡേ ലീവ് ആയതുകൊണ്ട് അപ്പൊ കണ്ണി ഉച്ച കഴിഞ്ഞ് ഞങ്ങള് ഒന്നുമില്ല, ഞങ്ങക്ക് രണ്ട് ഇതാണ്. കണ്ണിക്ക് അത് എടുത്ത് കൊടുക്കും, അത് അതിനകത്തുനിന്ന് പറഞ്ഞ എടുത്ത് കൊടുക്കും. കണ്ണനെ മൈക്കിലേക്ക് കണ്ണ സമ്മതിക്കൂല, അതാ കുഴപ്പം. കണ്ണന് പക്ഷെ ഞങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ചെറിയ മൈക്കുണ്ട്, കുഞ്ഞു മൈക്ക് അല്ല കണ്ണ. അപ്പൊ ഞങ്ങള് എന്തായാലും ഈ ലച്ചുവിന്റെ ഞങ്ങളെ ലച്ചുവിന്റെ എന്ന് പറയണത് ഞങ്ങള് രണ്ടുപേരും വെഡിങ് ആനിവേഴ്സറി വരികയാണ് വെള്ളിയാഴ്ച 30-ാം തീയതി മെയ്. അപ്പൊ ഇങ്ങോട്ട് വാടാ, ബാ നമുക്ക് സ്ഥലത്ത് പോവാം. ബാ അത് നമ്മളെവിടെ പോകുന്ന കാണാ കാര്യം ചെയ്യുവാണോ? അപ്പൊ ഒരു സാരി എടുക്കണം വെഡിങ് ആനിവേഴ്സറിക്ക് ലച്ചു. അതെ, വെഡിങ് ആനിവേഴ്സറിക്ക് സാരി എടുക്കാലോ വെച്ചിട്ട് സാരി എടുക്കാൻ വേണ്ടി പോവാണ്. കൊറേ നാളായിട്ട് സാരി അമ്മി പറയട്ടെ. അതുകൊണ്ട് ഇത്തോളത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് സാരി കൊടുക്കാമല്ലോ എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. എന്താകും എങ്ങനെയാവുമെന്നൊന്നും അറിയില്ല, അത് വെള്ളിയാഴ്ച അറിയാം. സാരി ഉടുക്കുവോ അതോ എങ്ങനെയായി തീരും എന്നുള്ള വശങ്ങളൊക്കെ. അതെ. അപ്പൊ ഒരു 2-3 കാര്യങ്ങളുണ്ട് പുറത്തു പോയി കഴിഞ്ഞാൽ ഇന്ന് ചെയ്യാനുള്ളത്. ഞങ്ങൾക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സാരി ഒന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ ഞങ്ങൾ ഇവിടെ അടുത്ത് പാടി ശരവണ സ്റ്റോഴ്സ് ഉണ്ട്, അപ്പൊ അവിടെ പോയി സാരി സെലക്ട് ചെയ്യണം ഫസ്റ്റ്. ഓക്കെ ഡൺ. അച്ഛൻ പറഞ്ഞോട്ടെ അടുത്തത് കാണാൻ പറഞ്ഞാൽ മതി. അപ്പൊ ഫസ്റ്റ് സാരി മേടിക്കണം, അതൊന്ന്. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ചിക്കനും മേടിക്കണം, പന്നിയും മേടിക്കണം. ഇത് രണ്ടും എന്തിനാ ഞങ്ങൾ രണ്ടുപേരുള്ളൂ. രണ്ടും എന്തിനാ മേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നി മേടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നി കഴിക്കത്തില്ല. ഇഷ്ടല്ല, അങ്ങനെ കഴിക്കുമെന്ന് വെച്ച് കഴിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല പന്നി. അപ്പൊ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റൂല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്ത് പന്നി, എനിക്ക് വരെ കുറച്ച് പന്നി, ലച്ചുവിന് ചിക്കനും ഇതും മേടിച്ച് വന്നിട്ട് ഇന്ന് ഉണ്ടാക്കി രണ്ടും കൂടെ സെപ്പറേറ്റ് ഉണ്ടാക്കി കുറച്ച് ലെമൺ റൈസും ഉണ്ടാക്കണം. അതും ഉണ്ടാക്കി കഴിച്ച് കഴിയുന്നതാണ് ഇന്നത്തെ വീഡിയോ ഞങ്ങളെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പോവാം. നല്ല മഴയായിരുന്നു കേട്ടോ പുറത്ത്. എങ്ങനെ പോവാ കണ്ണാ? ബാ ബാ ഇച്ചിരി ഹെൽമെറ്റ് എടുക്കട്ടെ. ഹെൽമെറ്റ് എടുക്കാം. നമ്മുടെ ഹെൽമെറ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഹെൽമെറ്റ് എടുക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെക്കിങ്, അതായത് തുടച്ചടി കഴിഞ്ഞാൽ ഹെൽമെറ്റ് മൊത്തം പൊടി. ഹെൽമെറ്റ് പോലെ വണ്ടി ഓടിച്ചാടാ. നോക്കണേ, വണ്ടി ഓടിച്ചാ അച്ഛൻ വണ്ടി ഓടിച്ചാ നീ ഓണാക്ക്. എന്തായാലും അവസ്ഥ, മഴയാണേലും തിരക്ക്. എന്ത് ബ്ലോക്കാ നോക്കി. ഒന്നാമത് വൈകുന്നേരം ടൈം ആയതുകൊണ്ട് കറക്റ്റ് സമയമാണ് നമ്മൾ വന്നത്, 7 മണി. എല്ലാവരും ഇറങ്ങി ഫുഡ് അല്ല ഓരോ സാധനങ്ങൾ മേടിക്കാൻ വരുന്ന സമയമായതുകൊണ്ട് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. വേറെ വഴിയില്ല. സമാധാനം റോട്ടിൽ നിന്ന് കൂടെ കയറിയപ്പോഴേ സമാധാനമായത്. എന്തോ തിരക്കാ.
ഇതാണ് എൻട്രൻസ് കേട്ടോ. ഇതാണ് ഗൈസ് കോട്ടന്റെ പ്ലെയിൻ. നിങ്ങൾ ഇതാണ് ഉദ്ദേശിച്ച് വന്നത്. നോക്ക്. ഇഷ്ടപ്പെടുന്നില്ല ഒന്നും. അതെന്താന്നറിയോ, കൊറേ ഇരിക്കണോണ്ടാണ് ഇഷ്ടപ്പെടാത്ത ഒന്നും. ഏത് വേണമെന്ന് സെലക്ട് ചെയ്യും. ഇതിന് ചെറിയ കട കയറുന്നത്. ചെറിയ കടയാകുമ്പോ കുറച്ചെല്ലാം ഉണ്ടാവുള്ളൂ. പെട്ടെന്ന് സെലക്ട് ചെയ്തിട്ട് നമ്മൾ പോവാം. ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എനിക്ക്. അതൊക്കെ കണ്ട് ഇതെന്റെ പച്ച ബ്ലൗസിന്റെ അതേ വർക്കും കാര്യങ്ങളും. ഈ പച്ചേനപ്പം പച്ച ഇടാൻ പറ്റില്ല ബ്ലൗസ്. പച്ച കളർ അപ്പൊ ഇത് കുഴപ്പമില്ലല്ലോ. നിനക്ക് ഈ കളർ ചെയ്തു. ഓൾറെഡി ബ്ലൗസ് തയ്ക്കാൻ സമയമില്ല. ഒരു ബ്ലൗസ് എന്റെ കയ്യിലുണ്ട്. ഇതേ നിനക്ക് ഈ കളർ ചേരുകയും ചെയ്യും കേട്ടോ. മോശമല്ല. സത്യം. ആടി റേറ്റ് എത്രയാ? 1975 രൂപയുള്ളൂ. നമുക്ക് അത്ര ഭംഗി വേണ്ട. ഡിസൈനും കളറൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷെ റേറ്റ് നമുക്ക് സെറ്റ് ആവണല്ലോ അല്ലേടി? റേറ്റും ഉണ്ടല്ലോ. അത് എപ്പോഴും ഉടുക്കൊന്നുമില്ല. ഈ ഒരു ദിവസത്തെ പരിപാടിക്ക് വേണ്ടിട്ട്. അതുകൊണ്ടാണ്. ഈ ബ്ലൗസിന് മാച്ചായിട്ട് ഇതിന് മാച്ചായിട്ട് ഏത് இந்த ப்ளவுஸுக்கு ஏதாவது பிங்க் எடுத்து நல்லா இருக்குமா? ഓ அப்படியா? വാ. അങ്ങനെ നമ്മുടെ ഒരു അക്കനോട് പറഞ്ഞപ്പോൾ അക്ക കൂട്ടിക്കൊണ്ട് പോകാൻ കേട്ടോ വേറെ കളക്ഷൻ. ഇവരെടുത്ത് കഴിഞ്ഞാൽ തമിഴ്നാട് ശൈലായിരിക്കും. എന്നാലും നോക്കാം നമുക്ക്. ഇതാണ് ഇഷ്ടപ്പെട്ടത് നിനക്ക്? ഇഷ്ടപ്പെട്ടു. അതിനെത്ര? 1275. പൈസ ഉണ്ടോ? മേടിക്ക് പിന്നെ ഇടാലോ. എന്താ ചെയ്യേണ്ടത്? ഇട്ടാ മതി. ഞാനൊക്കെ ഇടും. നീയൊക്കെ ഒരു വട്ടം ഇട്ട് പെട്ടിക്കകത്ത് വെച്ചിട്ട് കാര്യമില്ല. അലമാരക്കകത്ത് വെച്ചിട്ട് കാര്യമില്ല. സാധനം ഇടണം. ചുമ്മാ ഫോട്ടോ എടുക്കാനാണെങ്കിൽ ഇട്ടോണ്ട് പോകണം. നീ എടുക്ക്, നമുക്ക് റീൽസ് എടുക്കാം. അതിന് വേണ്ടിട്ട്. പിന്നെ ശരി. അപ്പൊ ഇതാണ് നമ്മുടെ ഐറ്റം. 1200 രൂപ. കുഴപ്പമില്ലെന്ന് തോന്നൂല്ലേ? ഏത്? അതൊക്കെ സൂട്ടാവും. അതൊക്കെ സെറ്റാണ്. എടുക്കാം. പോവല്ലേ എന്നാ? ഇതാർക്കാ? നീ വരുന്നുണ്ടോ? നീ ഇവിടെ കളിക്കുവാണോ ഇവിടെ കിടന്ന്? ഞങ്ങൾ പോവാണേ. ബായ്. ഞങ്ങൾ പോവാ. അറക്ക്. മതി. സമ്മതിക്കൂല കേട്ടോ. ഇത് അടുത്തത് കാണുമ്പോ അത് വേണമെന്ന് പറയാം. എല്ലാം എടുക്കാൻ പറ്റും. ഇത് അടുത്ത പറഞ്ഞ് കാണുമ്പോ അത് വേണം അല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ടല്ലേ ഗൈസ് നമ്മൾ എടുക്കേണ്ടത്. ഇഷ്ടപ്പെട്ടെടുത്താ മതി. എന്നിട്ട് ഒന്ന് നോക്കിക്ക് ആ കളറിന് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് നോക്കൂ. പച്ച കളറിന് നീ എടുക്ക്. ഇതെടുക്കട്ടെ? അത് കുഴപ്പമില്ല. കണ്ണും കൂട്ടി എടുക്കണം. ഇനി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇനി മനസ്സ് മാറും. അതാ പറഞ്ഞു. എടുക്കുവാണെങ്കിൽ കണ്ണും കൂട്ടി എടുത്തിട്ട് പോകണം. പൈസ ഉണ്ടാ മറ്റേ എടുക്കുക. അതോ? അതല്ലെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് എടുത്തത് നമ്മളെടുത്തത് അത് നല്ല. അത് ഇതിനേക്കാൾ നല്ലത് അത്. ഇപ്പഴാടാ അങ്ങനെ കൊണ്ട് ഇതോ അടി പറഞ്ഞ് പൊക്കിക്കൊണ്ട് വരുന്നത്. എന്ത് എവിടെ? ഇങ്ങോട്ട് പോ. ചുമ്മാ കളിക്കാതെ ഒന്ന് പറ. നീ എടുക്കടി. നമുക്ക് വലിച്ചു ഊരി. കാണാ പച്ചയാ? ഏത് പച്ചയാണെന്ന് എനിക്കറിയില്ല. ഇതെങ്ങനെയുണ്ട്? നിർത്തിക്കോട്ടോ. അടങ്ങിയിരുന്നുള്ളൂ. നീ കുറച്ചേരം അടങ്ങിയിരുന്നു.
മതിയായോ മതിയായോ കുഞ്ഞിനെ അച്ഛൻ എത്ര നേരം കൊണ്ട് പറയുക ഒതുങ്ങിയിരിക്കും അണ്ണി ഒന്ന് വീണ് കഴിച്ചു കളിച്ച് ഇങ്ങോട്ട് നോക്കിയാ നോക്കി ഇങ്ങോട്ട് നോക്കിയാ അങ്ങോട്ട് നോക്കിയാ ഇത് ഇവിടെ നോക്കാം അണ്ണി ഒന്ന് ചെറുതായിട്ടൊന്ന് വീണേ ആവും അതോടെ കളി അങ്ങ് നിർത്തി 5-6 അടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് കണ്ണാടാ ഇവിടെ വാ ഇപ്പൊ പോവാ 1 മിനിറ്റ് അത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ ശരിയാവും ഇതെന്താ ഇതിലൊക്കെ ഗ്രീൻ മാച്ച് ആവുമോ എങ്ങനെ ഇതൊക്കെ ചേരുന്ന പിന്നെ അടിയില് നോക്കണ്ട നമ്മള് മേളിൽ കുറച്ച് മാത്രമല്ലേ എടുക്കുന്നത് നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടാല് അത് ഏതാ ഏത് ആ ഇത് ഇതോ അല്ലെങ്കിൽ അതാ ഇതോ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം പറ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം പറ ഏതാ ഇതോ ഏത് ഇത് നമുക്ക് ഗ്രീനുമായിട്ട് മാച്ച് ആവുമെന്ന് എനിക്ക് തോന്നണം അപ്പൊ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങള് സാരി എടുത്തു കഴിഞ്ഞു കേട്ടോ ഇനി ഞങ്ങൾ അടുത്ത പരിപാടിയാണ് അതെ പോർക്ക് അതെ ഇതിപ്പോ കാണാതെ അടുത്ത സ്ഥലത്ത് പോവാ പറ നമ്മള് ആണാ അടുത്ത സ്ഥലത്ത് പോവാ പറ ബലൂൺ മേടിച്ചു കൊടുക്കാനിട്ട് ആ കാണുന്ന ബലൂൺ മേടിക്കാം ആദ്യം പോവാ ബലൂൺ മേടിച്ചു കൊടുത്താലും ഹാപ്പി ആവും ശരി പോവാ എവിടെ കഴിഞ്ഞോ അങ്ങനെ നമ്മള് പന്നിക്കടയിലെത്തി പോർക്ക് റോമീറ്റ് ബോൺലെസ് 460 രൂപ കേട്ടോ 460 തന്നെ എന്തടി ആ 1 കിലോ നെയ്യും 1 കിലോ നല്ല ഇറച്ചി ഇതാണ് തുറക്കാം അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ നടക്കടാ അവനോ കയറി പോകത്ത് മഴ പെയ്യും അങ്ങോട്ട് പോ നീ എന്താ പൊറുപൊറുക്കുന്ന നോക്കായി അങ്ങനെ നമ്മളെ പർച്ചേസ് കഴിഞ്ഞ് നമ്മള് എന്തായാലും എത്തിയിട്ടുണ്ട് വീടെത്തിട്ടോ വെള്ളം വേണോ വാ എല്ലാം വേണോ എല്ലാം വേണം എന്ന് പറഞ്ഞാൽ വഴക്കാണ് അവിടെ കിടന്ന് ഓടി വെള്ളം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുത്തി ചിക്കൻ അങ്ങനെ ഞങ്ങള് ഇന്നത്തെ പുറത്തുള്ള പർച്ചേസിങ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് സാരി വാങ്ങി അത് അതെ ചിക്കൻ മാത്രം കിട്ടിയില്ല കേട്ടോ പന്നി പോർക്ക് ഞങ്ങൾ വാങ്ങി അത് കിട്ടി സമയം പോയതുകൊണ്ട് ചിക്കൻ ഇല്ല മഴയൊക്കെ ആയതുകൊണ്ട് കട പെട്ടെന്ന് അടച്ചു പോയി ബാക്കിയുള്ള സാധനങ്ങൾ മേടിച്ചു ചിക്കൻ മാത്രം കിട്ടാത്തത് പോർക്ക് കിട്ടിയില്ല അല്ല പോർക്ക് കിട്ടി ചിക്കൻ കിട്ടിയില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് സ്നാക്സ് ഒക്കെ വാങ്ങിയിട്ട് വന്ന് കണ്ണന് കേക്ക് വേണമെന്ന് പറഞ്ഞ് വിശക്കുക എന്ന് പറഞ്ഞിട്ടേ അപ്പൊ അത് മേടിച്ച് എന്തായാലും കണ്ണന് കേക്ക് മേടിച്ചിട്ട് കണ്ണൻ കേക്ക് കഴിക്കുക കാണാ ആണ് കേക്ക് ഓക്കെ അപ്പൊ നമുക്ക് ചായ കുടിച്ചിട്ട് നൈസായിട്ട് പരിപാടി നോക്കാം ബലൂണോ ബലൂൺ എന്തിയേ ബലൂൺ എന്തുണ്ടോ എന്താ ബലൂൺ എന്തിയേ കണ്ടിയല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്ന ബലൂൺ വൈകുന്നേരം താഴത്ത് പോയോ എവിടെയാ വെച്ചത് ബലൂൺ അതെ ഇപ്പൊ ചാക്കൊക്കെ മാറ്റി വെച്ച് അങ്ങനെ ഞങ്ങളെ ഫൈനലി ഡിസൈഡ് ചെയ്ത സാരിയാണ് കേട്ടോ ഗൈസ് ഇത് ആടി അപ്പൊ ഇതാണ് ഞങ്ങള് ഫൈനലി ഡിസൈഡ് ചെയ്ത സാരി ഗൈസ് ഇത് ഈ ബ്ലൗസും കൂടി ഇപ്പൊ മാച്ചാണോന്ന് അറിയത്തില്ല രണ്ടും ചാളയും മത്തിക്കറിയും പോലെ എനിക്കറിയാൻ പാടില്ല ഇത് എങ്ങനെ ഇത് രണ്ടും കൂടെ മാച്ച് ആവണം എന്നുള്ളത് നിങ്ങളല്ലേ ഈ കരയില് ഏത് കളറാണോ ആ കളറ് ബ്ലൗസ് എടുക്കുക അങ്ങനെയൊക്കെയല്ലേ എടുക്കാറ് ഇത് ബ്ലൗസ് വേറെ ഏത് കളർ സാരിയും കരയും വേറെ ഏത് കളർ സാരി ഒരു കളർ ഓൾറെഡി സാരി വേറെ ഒന്ന് ഓർഡർ ചെയ്തതാണ് പക്ഷെ വന്നപ്പോ ഡാമേജ് ആയതുകൊണ്ട് അത് തിരിച്ച് റിട്ടേൺ അയച്ചു
എന്നാ അതാണ് സംഭവം. അതുകൊണ്ടാണ് എനിക്ക് ഇപ്പൊ ഇങ്ങനെ എടുക്കേണ്ടി വന്നത്. അതാരാ കുഞ്ഞിന് ഇച്ചിരി വെള്ളം കുടിച്ചോ. അത് തിന്നു നോക്ക്, എന്തെങ്കിലും കാണും, തിന്നു നോക്ക്. ഇനി എന്താ പറയാനുള്ളത്? വേറെ പറയാനുണ്ടോ? എന്ത് പറയാം, ഒന്നും പറയാം. അത് നിന്റെ കയ്യിൽ എന്തുവാ? അപ്പൊ കഴിച്ചിട്ട് വേണം ഇനി ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട്. പോർക്ക് കറിയും പിന്നെ ലെമൺ റൈസും അങ്ങനെ ഉണ്ടെന്ന് നോക്കാം കോമ്പിനേഷൻ. ലച്ചുവിന് ചിക്കൻ കിട്ടാത്തതുകൊണ്ട് ചിക്കൻ കറി ഇല്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് ചിക്കൻ കറി വാങ്ങാന്ന് വിചാരിച്ചു. അല്ല, ബീഫ് കറി മേടിക്കാന്ന് വിചാരിച്ചു. ചിക്കൻ കിട്ടാത്തതുകൊണ്ട് ബീഫ് കറി മേടിക്കാന്ന് വിചാരിച്ചു. ഇതാടാ വഴക്ക് കണ്ണിയെ. കുളിക്കാൻ മടിയാ കാണാന്? എന്താ കുളിക്കാൻ മടി? അങ്ങനല്ല, കുളിക്കാൻ പോയിട്ടേ പോയി വന്നതിന്റെ ആഘോഷമാണ് ഈ കാണണ്ടേ. കണ്ട ബലൂണ് അവിടെ ഇവിടെയൊക്കെ ബലൂണ് ഒരുമിച്ച് വെച്ചേണ്ടി വന്നു. ഇല്ലേ കാണാം. നമ്മുടെ പന്നി പോർക്ക് നമുക്കൊന്നും കൂടെ ചെറുതാക്കാനുണ്ട്. എത്ര വലിപ്പം വേണല്ലേ പിന്നെ ചെറുതാക്കല്ലേ? നീ കഴിക്കണ്ടല്ലോ, ഞാൻ കഴിക്കണം. ഇങ്ങനെ ഉണ്ടാക്കാം. നമ്മൾ കറി വെക്കുമ്പോ കുറച്ച് ചെറുതാക്കിയ അരിയുന്നല്ല നല്ലത് അല്ലേ? നെയ്യാണ് അതിന്റെ പവർ അല്ലേ പോർക്കിന്റെ. കേക്കൊക്കെ തിന്നില്ല, അത്രയും കേക്ക് തിന്നില്ല. മറ്റേത് കുക്കർ എന്ത് വലിയ കുക്കറാ? അതോ ഓക്കെ, എന്തെങ്കിലും സഹായം ചെയ്യണം. ഞാൻ ഉണ്ടായിക്കോളാം. കണ്ണനെ പോയി ചോറ് കൊടുക്കോ? പിന്നെ നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾ ഉറപ്പായിരിക്കും ഉണ്ണിയാക്കായിരിക്കും ഡെയിലി ഇവിടെ പാചകം കേട്ടോ. അങ്ങനെയൊന്നുമില്ല, രണ്ടുപേരും ചെയ്യും. അതെ, ഞങ്ങൾ മാറി മാറി ചെയ്യും. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ വെക്കും. അല്ലാതെ എനിക്ക് ഫുഡ് ഉണ്ടാക്കണതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ എൻ്റെതായ രീതിയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് കൂടുതൽ എനിക്ക് തോന്നത്തില്ലേ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കും, എനിക്ക് ഇഷ്ടമുള്ള പോലെ. രണ്ടുപേരും മാറി മാറി ഉണ്ടാക്കണം. ഇന്ന് ഞാൻ തന്നെ ഉണ്ടാക്കണ ഫുഡ് എന്ന് കഴിഞ്ഞാൽ ഉണ്ണിയേട്ടന് മടുപ്പാവും, പിന്നെ എനിക്ക് മടുപ്പാവും. അപ്പൊ ഉണ്ണിയേട്ടൻ ഉണ്ടാക്കും. അതെ അതെ, അങ്ങനെ മാറി മാറിയൊക്കെ ഉണ്ടാക്കും. കണ്ടിട്ട് ഓർക്കും, അയ്യോ ആ ചെക്കനെ കൊണ്ടാണല്ലോ വീട്ടിൽ ഞാൻ മൊത്തം ജോലി ഏൽപ്പിക്കുന്നു. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ആദ്യം പന്നി പോർക്കൊന്ന് നമുക്കൊന്ന് കുക്കറിലിട്ട് അടിച്ചെടുക്കണം. ഒരു 4-5 വിസിലേ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. ഓക്കെ, പാല് മേടിച്ചിട്ട് ഓക്കെ. പന്നി നമുക്ക് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ അല്പം ഉപ്പ്, ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി. ഈ എരിവ് ഞാൻ അധികം ഇടുന്നില്ല, കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് കടയിൽ നിന്ന് മേടിച്ച ഗരം മസാല കേട്ടോ. ഇത് നമ്മൾ നമ്മളിൽ വേറെ ഐറ്റം ഉണ്ട്, നമ്മളിവിടെ ഉണ്ടാക്കിയ സാധനം. അതാണ് ഈ അടുത്ത് ഇടാൻ പോകുന്നത്. അത് നമുക്ക് പിന്നിടാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു കുറച്ച് മല്ലിപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലേ? അത് ലേശം മതി. ഓക്കെ, മല്ലിപ്പൊടി കുറച്ചിട്ടാൽ മതി. ഇത് ഇടുമോയെന്നറിയില്ല, എന്നാലും ഞാൻ ഒരു ലേശം ഇട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇത് വേവിച്ചെടുക്കാന്നുള്ളൂ. ഇതിൽ മസാല ഒരുപാട് പിടിക്കണമെന്നൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ചേർക്കാം. ഓക്കെ, ഇതിന് വെള്ളം ഇറങ്ങും തോന്നുന്നു. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ. നമുക്കിനി അടച്ചു വെച്ച് ഒരു 5 വിസിൽ. അപ്പോഴേക്കും നമുക്ക് ബാക്കി സാധനങ്ങൾ സെറ്റ് ചെയ്താലോ. ഇതൊക്കെ ഇതിന് വൃത്തികേടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത് അരിയും കണക്കണ ചാക്കം സാധനങ്ങളൊക്കെ ആയിരിക്കണേ. നമ്മൾ ഫുഡ് കൊണ്ടുപോകണ സഞ്ചി ഇത് കേട്ടോ. ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇതിനകത്താണ് ഞങ്ങൾ ഫുഡൊക്കെ ഇട്ട് കൊണ്ടുപോകുന്നത്. സഞ്ചി എന്ന് പറയും. ഓക്കെ, എനിവേ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ എടുക്കാം. സവോള കാര്യങ്ങളൊക്കെ എടുക്കാം. അയ്യോ, സാധനം മറന്നു പോയി. ഇഞ്ചി എന്താ പറഞ്ഞ എന്താ പച്ചമുളക് എന്തിനാ മേടിച്ച് ഇതായിരിക്കണോ ചോമട്? ഇഞ്ചിക്ക് എന്ത് ചെയ്യും? നാളെ പോയിട്ട് വരും. അവിടെ പന്നി 5 വിസിൽ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടി, ഇത് അരിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കണം. ഒന്ന് ഒച്ചപ്പാടുണ്ടാക്കാതിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം അരി അടുപ്പത്ത് വെക്കാം. വെള്ളം കേട്ടോ, അതായിരിക്കും നല്ലത്. ഇനി അതൊന്ന് വെന്ത് ഒന്നും ഇട്ടായിരിക്കും, അതൊന്ന് വെന്തൊന്നും ആകുമ്പോഴത്തേക്ക് ഇത് സെറ്റ് ആയിക്കോളും. ലെമൺ റൈസ് ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ ബസുമതി റൈസ് ആട്ടോ എടുക്കുന്നത്. ഒരു 2.5 ഗ്ലാസ് ഉണ്ടായിരുന്നു, അതന്നെ ഇട്ടു. ഓക്കെ, നല്ല ബസുമതി റൈസ്. ഇപ്പോൾ റൈസ് അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഇത് നമുക്കൊരു 3/4 ഭാഗം, അതായത് ഒരു 80-85% വേവിച്ചെടുത്താൽ മതി. ബാക്കി നമുക്ക് പിന്നെ ഉണ്ടാക്കുമ്പോൾ. ഓക്കെ, അതൊന്ന് വെന്തോട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ സവോള കാര്യങ്ങളൊന്ന് അരിഞ്ഞ് ഞാനിവിടെ 4 സവോള എടുക്കുന്നുണ്ട് കേട്ടോ. 4 സവോള, ഒരു 5-8 വെളുത്തുള്ളി, പിന്നെ 2-3-4 പച്ചമുളക്, ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഇഞ്ചി. ഇത്ര സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. വിയർത്തിട്ടേ എനിക്കിവിടെ നിൽക്കാൻ വയ്യ, വിയർത്തിട്ട്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് വല്ല ജനലും വാതിലൊക്കെ തുറന്ന്, അടുക്കളയിലൊക്കെ ജനലും വാതിലൊക്കെ തുറന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ ചെന്നൈയിലായിപ്പോയില്ലേ, ഉള്ള റൂമ് തട്ടുകൂട്ട് മുറികൾ, ചെറിയ മുറികൾ. അടുക്കള എന്നൊക്കെ പറയുന്നത് ഇവിടെ ഉണ്ടാക്കുന്ന അടുക്കള ഇവർ എന്തിനുണ്ടാക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. മനസ്സിലായില്ല, അത്ര ചെറിയ അടുക്കള. നിങ്ങൾക്ക് ഇത് തന്നെ കാണാമല്ലോ, അത്രയും ചെറിയ അടുക്കള ഉണ്ടാക്കുന്നത്. നമ്മളവിടെ ഒക്കെ എത്ര വലിയ അടുക്കള ഉണ്ടാക്കണതാ. ഇതിനകത്ത് ഒരു വെന്റിലേഷൻ പോലും കൊടുക്കൂല. കുറച്ചെങ്കിലും ഒരു വേറെ നിവൃത്തിയില്ല കേട്ടോ. വേറെ നിവൃത്തിയില്ല കേട്ടോ. കാരണം ഉള്ള സ്പേസിൽ ഒരു വീട് ഒപ്പിച്ച് ഉണ്ടാക്കുന്നതാണ്. ഇത് തൊട്ടപ്പുറത്ത് അടുത്ത വീടാണ്. അവിടെ വെന്റിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ റൂമിലോട്ടായിരിക്കും വെന്റിലേഷൻ കൊടുക്കുന്നത്. അതുകൊണ്ടാട്ടോ കൊടുക്കാറ്. വേറെ ഒന്നുമില്ല, നമ്മൾ തയ്ച്ചേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. വെളുത്തുള്ളി ഒന്നും ഞാൻ തൊലി കളയുന്നില്ല കേട്ടോ. ചുമ്മാ ഇത് തൊലിയൊക്കെ കളഞ്ഞ്
ഒതുക്കി കിടക്കുന്ന വലിയ മെനക്കട. ഇപ്പം എന്ത് ചെയ്യാന്നറിയോ, ഈ തൊലിയൊന്നും കളയാതെ ഇങ്ങനെ പുറത്തുള്ള ജസ്റ്റ് ഒന്ന് അത് വൃത്തിയാക്കിയതിന് ശേഷം അത് ഇതിനകത്തോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇടിച്ച് ചതച്ചങ്ങ് എടുക്കുക. അത് ടേസ്റ്റാ. ഓക്കെ, അത്ര വലിപ്പമുള്ളൊരു ഇഞ്ചി. ഒരു ചെറിയ 2 തക്കാളിയും കൂടെ എടുക്കാം. ഇനി ഉറക്കം ശീലിപ്പിക്കണല്ലോ. അത് ഞാൻ മോളെ 9 മണി എന്ന് പറഞ്ഞാൽ 9 മണിക്ക് കണ്ണനെ സ്കൂളിൽ വിടണം. മനസ്സിലായോ? 9 മണിക്ക് വിടണമെന്നുണ്ടെങ്കിൽ അവൻ 7:45 എണീപ്പിക്കണം. 7:45 എണീപ്പിക്കാൻ ശ്രമിച്ചാൽ അവൻ 8 മണിയാകുമ്പോഴത്തേന് എണീറ്റ് വന്ന് പിന്നെ ഒന്ന് ഉഷാറായി ഉറക്കക്ഷീണമൊക്കെ ഒന്ന് മാറി പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് എല്ലാം കഴിച്ച് വരുമ്പോഴേക്കും 8:30 ആവുമെന്ന് വെച്ചോ. എന്നൊക്കെ പേക്ക് ചെയ്തൊന്നും അരിയിൽ നടന്നു വരുമ്പോഴത്തേനും ഒന്ന് ഉഷാറാവും. സ്കൂളിൽ പോകാനുള്ളൊരു ടെൻഡൻസി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, 8:45 8:55 ആകുമ്പോഴത്തേക്കും കൊണ്ടുവിടാം കേട്ടോ. അപ്പോൾ അവന് ശീലിപ്പിക്കണം. ഓക്കെ, ഇത്ര അരിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കണതനുസരിച്ച് അതിൻ്റെ ഒപ്പം അരിഞ്ഞങ്ങ് ഇടാം. അതായിരിക്കും നല്ലത്. ഓക്കെ, പാലടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഓർക്കൊക്കെ അല്ലേ ഒരു 10 നമ്പർ അടിച്ചെങ്കിൽ അതിൻ്റെ ഒരു പവർ വരത്തുള്ളൂ. ഓക്കെ, ഒരു ചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. പാല് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ കേട്ടോ, വെളിച്ചെണ്ണ ഒന്നുമല്ല, സൺഫ്ലവർ ഓയിൽ. ഞാൻ പോയി കുളിക്കാൻ കാണപ്പാ. ഒരു ആയി പറഞ്ഞതേ, എല്ലാത്തും ഒരു ആയി പറഞ്ഞു. വാ, ഒരു ആയി പറയണ പൊന്നൂസേ. അച്ഛമ്മ കൂട്ടായി ചോമാമ്പ് കൂട്ടായൊക്കെ ഉണ്ടാക്കും. ആയി പറ. ഇന്ന് കുളിക്കാൻ ഇച്ചിരി ലേറ്റായി. സാധനങ്ങൾ മേടിക്കാൻ പോയി, ബലൂൺ മേടിക്കാൻ പോയതുകൊണ്ട് ലേറ്റായി. പറ, കുളിക്കാൻ പോകണോ? നോക്കട്ടാണ് ഇരിക്കി. ഉറക്കം വരുന്നുണ്ടല്ലോ. ക്ഷീണമാണോ അടി? അയാൾ പനി വരാൻ വല്ലതാണോ? കണ്ണനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയത് കൊണ്ട് ഒരുപാട് ലേറ്റായി. 10 മണിയായപ്പോൾ തന്നെ. അല്പം കടുക് ഇട്ട് കൊടുത്തേ. കണ്ണനെ കുളിപ്പിക്കാനൊക്കെ കുറച്ച് ലേറ്റായിപ്പോയി. സാരമില്ല. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് നമ്മൾ അതെ നമ്മളെ സവോളങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തേ. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഈ രാത്രി കുളിക്കുന്നതല്ലേ, കുളിച്ചിട്ട് കഴിച്ചിട്ട് കിടക്കുവാണെങ്കിൽ സൂപ്പറാണ്. ഓക്കെ, നമുക്കിനി അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി ഇടണം. ഞാനത് ഇടിച്ചില്ലായിരുന്നു. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഞങ്ങൾ ഇടിച്ചു വെക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാം. ഇത് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക്
നമ്മുടെ തക്കാളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, അതെ കുളിച്ചടാ സത്തമണിയെ, കുളിച്ചടാ ചുമ്മാണി കുളിച്ചടാ, ശരിയാക്കണ്ടോ തെറ്റാണ്. സവോളയും ഇതൊക്കെ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്ക് മസാല ചേർത്താലോ. ഈ കുറച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് മസാല ചേർക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഉപ്പ്, ഒരു ടീസ്പൂണ് കാശ്മീരി ചില്ലി, കളറിനും എരിവിനും. ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കാം. ഇത് എൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. എൻ്റെ എന്നല്ല, ഗരം മസാല നമ്മൾ വീട്ടിലുണ്ടാക്കുമല്ലോ, റെസിപ്പികൾ ഉണ്ടല്ലോ. അതേപോലെ വീട്ടിലുണ്ടാക്കുന്നൊരു റെസിപ്പിയാണ്. അത് ഞാൻ സെപ്പറേറ്റ് ഉണ്ടാക്കി പൊടിച്ച് സെറ്റാക്കി മാറ്റി വെച്ചേക്കുക. അപ്പം അത് നമുക്കൊരു 1 സ്പൂൺ 1.5 സ്പൂണൊക്കെ ഇടാം. കാരണം അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. വേണേൽ പിന്നെ കുറച്ചും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ റൈസ് അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. റൈസ് ഒന്ന് വെന്ത് വന്നിട്ട് ഞാനൊന്ന് ഊറ്റട്ടെ, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കിടക്കാം. തീ കുറച്ച് വെച്ചിരിക്കുകയാണേ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ മസാല ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ ഗരം മസാല ആ മണം ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ മസാല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പോർക്ക് വേവിച്ചത്, അത് നെയ്യുണ്ടെങ്കിൽ നെയ്യ് മാറ്റാം. നമ്മളധികം നെയ്യില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇടുവാണ്. കുറച്ച് ചെറിയ ചാറ് വേണ്ടത് കൊണ്ട് അങ്ങനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇച്ചിരി തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, രണ്ടും കൂടെ അങ്ങ് യോജിച്ചങ്ങ് വരണം സാധനം. വേറെ ഞാൻ അധികം ചാറൊന്നും ചേർക്കുന്നില്ല. എണ്ണ ഭയങ്കര നെയ്യാ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഒരു 3-4 മിനിറ്റ്സ് ഒന്ന് വന്ന് തന്നോട്ടെ, മിക്സായി ഒന്ന് സെറ്റ് ആവട്ടെ. പിന്നെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. വാങ്ങി വെക്കുക, അത്രയുള്ള പരിപാടി. ഉപ്പ് കുറവാണ്. എന്താടാ കാണാ? അത് തുണിയല്ലേ കുഞ്ഞിഞ്ഞ. അമ്മ അച്ഛൻ വരാം, അമ്മ ഇപ്പോൾ വരും. അമ്മ അച്ഛൻ ചൂടും കറി ഉണ്ടാക്കട്ടെ.
അണ്ണാ വിശക്കുണ്ടോ? അവിടെ വിശക്കുണ്ടോന്ന്? വേണ്ടേ? എന്ത് വിശപ്പോ? ഓക്കെ, അപ്പോൾ നമ്മുടെ മോർക്ക് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഒന്ന് നോക്കി, നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയില്ല, ഈ വീഡിയോയ്ക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോഴേ ഭയങ്കര ക്ലിയർ ആയിട്ട് വരും സാധനം. അപ്പോൾ ഈ ലെമൺ റൈസ് ഉണ്ടാക്കിയത് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കഴിക്കുന്ന ചടങ്ങാണ്. ലെമൺ റൈസിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. ഞാൻ ഫസ്റ്റ് എൻ്റെ വീഡിയോ ലെമൺ റൈസ് ആണെന്ന് തോന്നുന്നു ഇട്ടത്, ഫുൾ വീഡിയോ. അപ്പോൾ ചാനലിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ അല്ലാണ്ട് വീഡിയോ എടുത്തില്ല. കാരണം എൻ്റെ ഭക്ഷണം കഴിക്കുന്നത് കുറച്ച് ലേറ്റ് ആയിപ്പോയി, 10-11 മണിയായി. അതെ, ഓക്കെ. കഴിച്ച് ഇനിയിപ്പോൾ കുളിച്ചിട്ട് ഇനി കഴിക്കുന്ന വീഡിയോ കൂടെ എടുക്കണം. നമുക്ക് വിളമ്പ് ഗൈസ്. ലെമൺ റൈസ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്യട്ടോ. എന്തായാലും രസം ഉണ്ടാവും. അത് കിടപ്പുണ്ട്. ഈ ഗൈസ് നല്ല ഉണ്ണിയേട്ടന്റെ സ്പെഷ്യൽ ഐറ്റം പോർക്ക് കറി. ഉണ്ണിയേട്ടൻ എന്താണെന്ന് അറിയത്തില്ല, നെയ്യിനോടാണ് ഇത് താല്പര്യം. നെയ്യെന്ന് പറഞ്ഞാൽ ബീഫും പോർക്കൊക്കെ നമുക്ക് നെയ്യും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ്. നിനക്ക് വേണ്ടേ? ഉണ്ണിയേട്ടൻ ബീഫ് വാങ്ങിക്കാൻ പോയാലും ഉള്ള നെയ്യ് മൊത്തം വാങ്ങിച്ചിട്ട് വരും ഗൈസ്. നിനക്ക് വേണ്ടേ ബീഫ്? ഇത് എനിക്കൊരു കഷ്ണം മാത്രം മതി, ഇത് വേണ്ട. നെയ്യോ? ആ, നെയ്യൊക്കെ തിന്നണം. ഞാൻ ഇത് കഴിക്കാൻ തുടങ്ങിയത് ഈ ഉണ്ണീന്റെ വീട്ടിൽ പോയ ശേഷം കേട്ടോ. ഇവിടെ വീട്ടിൽ എപ്പോഴും വാങ്ങിക്കും നെയ്യ് കഴിക്കണം. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞിന്. സാലഡ് അതിലേക്ക് കുറച്ച് സാലഡ് ഒഴിക്കാം. സമയം നോക്ക്, 11:15. അതെ, ഇവിടെ ഇരിക്കണ നോക്കൂ, എന്റെ കുഞ്ഞിരിക്കണ നോക്കൂ. അവന് ഉറക്കവും ഇല്ല, ഒന്നുമില്ല. നാളെ സ്കൂളിൽ പോകേണ്ട ചക്കാനാ. ശകലം കൂട്ടായ മതിയോ? സൂപ്പറാണോ? വാരി തന്നാ മതിയോ? കണ്ണിക്ക് ഇച്ചിരി കുഞ്ഞു പാത്രത്തിൽ വാരി തന്നാ മതി. അതൊക്കെ പാത്രത്തിൽ വേണോ? കുഞ്ഞു അമ്മി വാരി തന്നാ പോരെ? കൈയിറക്കി ഇനി ആക്കണ്ടല്ലോ. അമ്മി വാരി തന്നാ പോരെ? തന്നെ വാരി തിന്നുവോ? സ്പൂൺ ഇട്ട് തട്ടേ അമ്മ? അപ്പൊ സ്പൂൺ കൂടി തട്ടേ? സ്പൂണിന് കോരി കോരി തിന്ന്. അല്ലെങ്കിൽ ഗൈസ് കഴിക്കണ നേരത്തെ ഇവനെ പണിക്കും. തൈര് ഒഴിച്ച് വേണോ കുഞ്ഞിന്? തൈര് ഒഴിച്ച് വേണോ കുഞ്ഞിന്? തൈര് ഒഴിച്ച് വേണോ? ഇല്ലെങ്കിലോ അച്ഛൻ ശരിയാക്കോ? കണ്ണക്കുട്ടാ, കുഞ്ഞ് തിന്നുവോ? തൈര് ഒഴിച്ച് തിന്നാൻ പാടില്ല, ഡോക്ടർ പറഞ്ഞായിരുന്നു. തൈര് ഒഴിച്ച് തരാം അമ്മി. അവിടെ ഒതുങ്ങിയിരിക്കും, വീഴുമില്ലെങ്കിൽ. ഞങ്ങള് ചൊവ്വാഴ്ച ഞങ്ങൾക്ക് ഹാഫ് ഡേ ആണ്. അപ്പൊ ഞങ്ങള് പുറത്ത് പോയി കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യും. അത് അപ്പോഴായിരിക്കും പിന്നെ വെറുതെ പുറത്ത് പോയി കഴിഞ്ഞാൽ എത്ര പൈസ ചിലവാ? ആ പൈസ എല്ലാം കൂടെ 2 ദിവസത്തേക്ക് കാണും. കാരണം ഇന്നിപ്പോ രാത്രിയിലോട്ടുണ്ട്, എനിക്ക് നാളത്തേക്ക് കാണും. അപ്പൊ ഏതാ ലാഭം? ലാഭം. പിന്നെ ബിരിയാണി ഇതുപോലത്തെ ഐറ്റം കൂടുതൽ ഉണ്ണയുടെ തന്നെ ഉണ്ടാക്കുക. കാര്യം എനിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ അറിയത്തില്ല. ഉണ്ണിട്ടാണ് കൂടുതലും
നെയ്ച്ചോറ്, ബിരിയാണി, ഇതുപോലെ വെള്ളം കുടിക്കാൻ പോകാൻ കാണേ ഓരോന്നൊക്കെ ഉണ്ടാക്കുന്നത്. പറഞ്ഞില്ല, വെള്ളം കുടിക്കാൻ പോകാൻ പറഞ്ഞില്ല. നമ്മുടെ ഇക്കി അയ്യോ നമ്മുടെ ഇക്കി ഇരുന്നാലേ കണ്ണനെ കാണുള്ളൂ. കൊള്ളാട്ടോ, പോർക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇനിയിപ്പോ ഞാൻ ഉണ്ടാക്കിയ കൊണ്ടൊന്നും അറിയില്ല. നന്നായിട്ട് പൊക്കാളെ. സൂപ്പറാണോ? ഞങ്ങൾക്ക് ആകെ ഓഫുള്ളത് ട്യൂസ്ഡേ ഹാഫ് ഡേ ആണ് ഓഫുള്ളത്. അപ്പൊ അന്നാണ് 5 മിനിറ്റ് പരിപാടി, പുറത്ത് പോകുന്നു ഒക്കെ ആകെ നടക്കുന്നത്. ഉറക്കവും എല്ലാ ദിവസമാണ്. അതെ. അപ്പൊ ഇന്ന് കഴിച്ചിട്ട് നേരെ കണ്ണൻ ഉറക്കുന്നു, കടന്നുറങ്ങുന്നു. പരിപാടി കഴിഞ്ഞു 11:30 രാവിലെ എണീറ്റ്. എനിക്ക് പാത്രം കഴുകാനൊക്കെ ഉണ്ട്. എനിക്ക് പാത്രം കഴുകിയിട്ട് വേണം കിടക്കാൻ. രാവിലെ കണ്ണന് 9 മണിക്ക് സ്കൂളിൽ പോകണം. അണ്ണാ എനിക്ക് 7 മണി നാളെ സ്കൂളിൽ പോകണ്ടേ? ഹോസ്പിറ്റലിൽ പോകണം. പോണ്ടേ? എന്ത് ഉറങ്ങണ്ടേ നേരത്തെ? ബൈ. പിന്നെ അടുത്ത വീഡിയോയില് കാണാം. കണ്ണ ബൈ പറ. കണ്ണ ഇമ്പ വാ, കാണുന്നില്ല കണ്ണനെ. ഇമ്പ വാ, കണ്ണനെ കാണുന്നില്ല. വാ, അവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം? കണ്ണനെ കാണണ്ടേ? എല്ലാവർക്കും ഗുഡ് നൈറ്റ്. കണ്ണനെ കാണുന്നില്ല. വാ, എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞാണോ? ഓക്കെ, Bye. ഓക്കെ, ശരി, അടുത്ത വീഡിയോ കാണാം.